ഹലോ, 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇടിയപ്പം മേക്കറാണ്. പക്ഷേ പണി പാളി ഗൈസ്, ഇടിയപ്പം മേക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പണിമുടക്കി നമ്മൾ വെച്ചിരുന്ന ഒരു ഇടിയപ്പം ഞെക്കി തന്നെ എടുക്കേണ്ടി വരും മിക്കവാറും പണി നടക്കണമെങ്കിൽ. ഇതിൻ്റെ ബാറ്ററിയിൽ വെള്ളം കയറിയതാണെന്നാണ് തോന്നുന്നത്, വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. എടുത്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇതിൽ തന്നെ വയ്ക്കാം. ഇനി നമുക്ക് പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിന് ബാറ്ററിക്ക് റീപ്ലേസ്മെൻറ്റ് കാണുമായിരിക്കും, ഇത് വാറൻറ്റി കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്കിത് കൊടുത്തിട്ട് മാറി വാങ്ങാൻ പറ്റുമായിരിക്കും. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മാനുവലായിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം ഞെക്കി വയ്ക്കാം. അപ്പോൾ രാവിലെ നമുക്ക് ഇടിയപ്പവും പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ തട്ട് നമ്മൾ പീച്ചി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇടിയപ്പം ഞെക്കുന്നതിന് പീച്ചി എന്നുകൂടി പറയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പീച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒരു കുക്കറാണിത്. ഇവിടുത്തെ ഒരു ഇടിയപ്പം നമ്മൾ വേവിക്കുന്നത് ഈ ഒരു കുക്കർ പോലത്തെ സംഭവത്തിലാണ്. അപ്പോൾ അതിൽ വിസിൽ വരും. അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ തട്ട് നമ്മളിങ്ങനെ ഒരു കമ്പിയിൽ കുരുത്തതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കണം. അതിനകത്ത് ശകലം വെള്ളം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ടാണ് ഇതിൻ്റെ ഉപയോഗമൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഇടിയപ്പം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. മറ്റേ നമ്മുടെ സാധാ ഇഡ്ഡലിക്കുട്ടകത്തിലാണെങ്കിൽ നമ്മൾ രണ്ട് തട്ട് 3 തട്ട് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇത്രയും തട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ അടച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം ഇരിക്കുമ്പോഴേ ഇതിൽ വിസിലിങ്ങനെ അടിക്കും. അപ്പം നമുക്ക് ആ വിസിൽ വരുമ്പോൾ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വിസിലിന് ആവിയെല്ലാം പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പം സെറ്റാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളോട് നമ്മുടെ മെറ്റീരിയലിൻ്റെയൊക്കെ ആ ഒരു പിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കിടന്ന ഫോട്ടോസൊക്കെ ഞാൻ ഈ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും അത് എടുക്കണം. അതിനുവേണ്ടി എല്ലാം അറേഞ്ച് ചെയ്യുകയാണ്, എടുത്തുകൊണ്ട് പോവുകയാണ്. അവർ ചോദിച്ച മെറ്റീരിയലിലെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതൊരു മിക്സ് ആൻഡ് മാച്ച് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ DCM ബ്രാൻഡിൽ വരുന്നതാണ്, നൈറ്റിയുടെ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ മെഷീൻ്റെ പുറത്തേക്കാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ സൺലൈറ്റ് ഭയങ്കരമായിട്ട് അടിച്ചിട്ട് നമുക്ക് ആ ഒരു പിക്ചറൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലേ. കാരണം അവിടെ ഒരു പറകോളമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ആ വെയിലിൽ നമുക്ക് ആ ഒരു ഗ്ലാസ്സിൽ കൂടെ വെയിലടിച്ചിട്ട് അത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ കറക്റ്റ് കളറിലൊന്നും നമുക്ക് നമ്മുടെ ആ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാനിത് ഒരെണ്ണമായിട്ടിട്ടിട്ട് ഫോട്ടോ എടുത്ത് നോക്കി, വെയിൽ ഇച്ചിരി മാറ്റി വെച്ചിട്ട് എങ്കിലും ആ വെയിൽ അതിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിലടിച്ചിട്ട് നമുക്ക് ആ ഒരു പിക്ചർ കറക്റ്റ് കിട്ടുന്നതേ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഞാനത് മാറ്റിയിട്ട് നമ്മൾ ഒരു ഫ്ലവറിൻ്റെ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടാണ്, ചെറിയൊരു പീസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അത് തറയിൽ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് എടുത്തത്. അപ്പം ലേശം കൂടി നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കറക്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് പിക്ചർ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് റിഫ്ലക്ഷൻ അടിക്കത്തില്ല തറയിൽ നിന്നുള്ള. അപ്പം വൈറ്റ് ടൈൽസൊക്കെ ആണെന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തറയുടെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് നമുക്ക് ആ ഒരു പിക്ചർ കറക്റ്റ് കളറിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു മെറ്റീരിയൽ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മുടെ മെറ്റീരിയൽ വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചറൊക്കെ എടുത്തിട്ട് അതെല്ലാം മടക്കി വെക്കുകയാണ്. ഇത് തന്നെ ഒരു പണിയാണ്, എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കടയിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നേ. മോന് ഇന്നലെ രാത്രി മുതൽ ഒരു ചൂടും പനിയും ഒക്കെ തുടങ്ങി. അവന് രാവിലെ ആയപ്പോഴത്തേക്ക് ഛർദിൽ കൂടി വന്നു. അപ്പം നമ്മൾ പേടിച്ചു പോയി. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ വൈറൽ ഫീവറാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അവന് ഛർദിലിനുള്ള മരുന്ന് കൊടുത്തിട്ട് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അന്നേരം അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണേ.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ടിരുന്ന തുണികളൊക്കെ കഴുകി ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എടുത്ത് വിരിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ ഡ്രസ്സ് പോലും മാറിയില്ല അതിനു മുമ്പേ ഇതൊക്കെ ഒന്നെടുത്ത് വിരിച്ചിടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്തോ റമദാൻ എങ്ങാണ്ട് മേടിച്ചതാണെന്ന് തോന്നുന്നു. അന്ന് വാങ്ങിയ തണ്ണിമത്തങ്ങയുടെ കുരുക്കളെല്ലാം കൂടി നമ്മൾ കളഞ്ഞെടുത്ത് ഇങ്ങനെ കിളിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് തണ്ണിമത്തങ്ങ ആണോ എന്നറിയില്ലായിരുന്നു. ഇപ്പോൾ അതാ പൂ വന്ന് അതിൻ്റെ കാ വന്നപ്പോഴാണ് കാ പിടിച്ചത് കണ്ടോ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇത് തണ്ണിമത്തങ്ങയാണെന്ന് നമുക്ക് മനസ്സിലായത്. ഇതിന് മുമ്പ് ഇവിടെ പിടിക്കാത്തത് കൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നേ ഇതിങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇത്രയും വെയിലുള്ളത് കൊണ്ടാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ നടന്നു വന്നപ്പോൾ അതാ ഈ ഒരു കാഴ്ച ഉണ്ടോ, അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഊഞ്ഞാലല്ല ഗൈസ്, ഇത് അപ്പോൾ അതാ ഈ ഒരു മാങ്ങ കണ്ടില്ലേ, ഇതിനേക്കാട്ടിൽ സൈസ് വലുതാവും. അപ്പോൾ ഇതും ഈ സൈഡിലായിട്ട് കൂടുതൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് താഴെ വീണ് പൊട്ടിപ്പോവേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇതുപോലെ ചാക്ക് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ കയറി പറിക്കുന്ന സമയത്ത് നമുക്കിത് മാങ്ങ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് ചാക്ക്. പിന്നെ അടുത്ത ദിവസം നമ്മൾ രാവിലെ ഒറോട്ടിയായിരുന്നേ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു പരത്തുന്ന പലക കണ്ടില്ലേ, നമ്മളിവിടെ അങ്ങനെ പ്രസ് ചെയ്തെടുക്കത്തില്ല. റോട്ടി എപ്പോഴും ഇതുപോലെ പരത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കനം കുറഞ്ഞ നല്ല അടിപൊളി റോട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ പരത്തിയെടുത്താൽ. ഞാൻ പ്രത്യേകം ഇവിടെ നിന്ന് നമ്മുടെ വീട് പണിഞ്ഞ സമയത്ത് ആ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ ഒരു പലക, ഈ ഒരു പരത്തുന്ന സംഭവം. അത് ഇത്രയും നല്ല സാധാരണ എല്ലായിടവും ഉള്ളതിനെക്കാട്ടി വലിയ വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിപ്പിച്ചത് അവരെ കൊണ്ട്. കാരണം നമുക്ക് പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടിക്കുകയും പരത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ മാവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് ഇത്രയും സൈസിൽ ഞാൻ ഉണ്ടാക്കിപ്പിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ആകെ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് പ്രയാസമാണെന്നേ ഉള്ളൂ, ഭയങ്കര വെയിറ്റാണ്. പിന്നെ അതാ നമ്മുടെ പൊറോട്ടയെല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ നമ്മൾ ഇനി ചുട്ടെടുക്കാവേ. അതിനുവേണ്ടി നമ്മളിവിടെ ആ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. പിന്നെ നമുക്കിവിടെ ഇന്ന് ചെങ്കലവാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കോവയ്ക്കായുണ്ട്. അപ്പോൾ അത് മെഴുക്ക് വരട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ചെങ്കലവ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറിയിരുന്നതാണ്. അപ്പോഴത്തേക്ക് ഇക്ക പുറത്തേക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. അവളോടെ നിന്ന് വണ്ടി ശരിയാക്കിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മളെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചെങ്കലവ എല്ലാം നമ്മൾ വെട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കണേ. പിന്നെ നമ്മളിവിടെ കറി വയ്ക്കാനുള്ള പൊടികളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കറി വയ്ക്കാനായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകത്തില്ലേ നമ്മൾ ഓരോ സംഭവമായിട്ട് എടുക്കാൻ നിൽക്കുമ്പോൾ. അതിന് എല്ലാം പുളിയൊക്കെ പിഴിയാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളും പിന്നെ അതുപോലെ തന്നെ ഉള്ളിയൊക്കെ താളിക്കാനുള്ള വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ അടുപ്പിൽ ചട്ടി വെച്ച് അത് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ മീനും കൂടി അതിനകത്തിട്ട് തിളപ്പിക്കണേ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മുളക് കറിയൊക്കെ വെച്ചെടുക്കാൻ പറ്റും. എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ മുളക് കറി വെക്കാൻ നിൽക്കുന്നതെങ്കിൽ കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടാൻ വേണ്ടി അടുപ്പിൽ ഈ ചട്ടി തന്നെ വെക്കുന്നുണ്ട്, കറിച്ചട്ടി തന്നെ വെക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ അത് മെഴുക്ക് പുരട്ടിയെടുക്കുന്നത്. പിന്നെ ചെങ്കലവ നമ്മൾ പൊരിക്കാനും കൂടി അരപ്പ് പുരട്ടി വെക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഡ്രസ്സ് തയ്ച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എല്ലാം വെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പം ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങളൊരു സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ, മോഹിനിയാട്ടം സെക്കൻഡ്. അത് ഭരതനാട്യം സെക്കൻഡ് എന്നാണ് അതിൽ എഴുതി കാണിച്ചത്. അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ആ സിനിമയുടെ